പകരം വെക്കാനില്ലാത്ത അഭിനയമുഹൂർത്തങ്ങൾ സമ്മാനിച്ച് മലയാളി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒട്ടനവധി പ്രതിഭകളെക്കൊണ്ട് അനുഗ്രഹീതമാണ് മലയാള സിനിമ. എന്നാൽ ആകാശത്ത് തിളങ്ങി നിൽക്കെ പെട്ടെന്നു മറഞ്ഞുപോയ ചില നക്ഷത്രങ്ങളുണ്ട്. അഭിനയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തും മുമ്പേ കാലം നമ്മിൽ നിന്ന് നേരത്തെ ചൊല്ലി വേർപെടുത്തിയ പ്രിയപ്പെട്ട കലാകാരന്മാർ. ഒന്ന്, മോനിഷ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു മോനിഷ. 16-ാം വയസ്സിൽ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ അവർ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി. പെരുന്തച്ചൻ, കമലദളം, കടവ്, ചമ്പക്കുളം തച്ചൻ തുടങ്ങി ഒരുപിടി മികച്ച ചിത്രങ്ങളിലൂടെ അവർ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തി. എന്നാൽ ആ പ്രശസ്തിക്ക് ചുരുങ്ങിയ കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 21-ാം വയസ്സിൽ ചേർത്തലയ്ക്ക് സമീപം വെച്ച് അവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ 1992 ഡിസംബർ 5-ന് ഈ അസാധാരണ പ്രതിഭ മരണത്തിന് കീഴടങ്ങി. 2. ജിഷ്ണു. നടൻ രാഘവന്റെ മകനായ ജിഷ്ണു കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നത്. തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചു. തുടർന്ന് നേരറിയാൻ, CBI, നിദ്ര, ഓർഡിനറി, റെബേക്ക ഉതുപ്പ്, കിഴക്കേമല തുടങ്ങിയ ശ്രദ്ധേയമായ ഏതാനും ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അവസാനത്തെ 2 വർഷമായി തൊണ്ടയിലെ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്നാൽ ഇത് ശ്വാസകോശത്തിലേക്ക് പടർന്നതോടെ രോഗം ഗുരുതരമായി. 2016 മാർച്ച് 25-ന് 37-ാം വയസ്സിൽ അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. 3. സന്തോഷ് ജോഗി. മലയാള സിനിമയിൽ 30-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സഹനടനായിരുന്നു അദ്ദേഹം. മായാവി, കീർത്തിചക്ര, രാജമാണിക്യം, പോക്കിരി രാജ, അലിബായ് എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമാണ്. 2010 ഏപ്രിൽ 13-ന് സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ 35 വയസ്സായിരുന്നു പ്രായം. അത് ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 4. കൽപ്പന. മലയാള സിനിമയിലെ ഏറ്റവും വൈവിധ്യമാർന്നതും കഴിവുറ്റതുമായ വനിതാ കലാകാരികളിൽ ഒരാളായിരുന്നു കൽപ്പന. തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അവർക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. പിടക്കോഴി കൂറുന്ന നൂറ്റാണ്ട്, ആകാശഗംഗ, അത്ഭുതദ്വീപ്, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി എന്നിവ അവരുടെ ചില ചിത്രങ്ങളാണ്. അഭിനേതാക്കളുടെ ഒരു കുടുംബത്തിൽ ജനിച്ച അവരുടെ പേരിൽ 300-ലധികം ചിത്രങ്ങളുണ്ട്. 2016 ജനുവരി 25-ന് 50-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അവർ അന്തരിച്ചു. 5. സൗന്ദര്യ രഘു. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം ഭാഷകളിൽ ഒരുപിടി ചിത്രങ്ങളുമായി ദക്ഷിണേന്ത്യയിലെ മുൻനിര നടിയായിരുന്നു സൗന്ദര്യ. മലയാളത്തിൽ 2 ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും കേരളക്കരയിലുടനീളമുള്ള പ്രേക്ഷകർക്ക് അവർ ഒരു വീട്ടിലെ പെൺകുട്ടിയെപ്പോലെ പ്രിയങ്കരിയായിരുന്നു. അവരുടെ 2 ചിത്രങ്ങളായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കിളിചുണ്ടൻ മാമ്പഴം എന്നിവ ആ വർഷത്തെ വൻ വിജയങ്ങളായിരുന്നു. 2004 ഏപ്രിൽ 17-ന് ബാംഗ്ലൂരിന് സമീപമുണ്ടായ വിമാനാപകടത്തിൽ അവർ മരണപ്പെട്ടു. അന്ന് 31 വയസ്സായിരുന്ന അവർ ഗർഭിണി കൂടിയായിരുന്നു. 6. ശ്രീനാഥ്. 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശ്രീനാഥിന് മലയാള സിനിമയിൽ അർഹമായ ഒരു സ്ഥാനം ലഭിച്ചില്ല. നിരവധി മിനിസ്ക്രീൻ പ്രോജക്റ്റുകളിലും അദ്ദേഹം സജീവമായിരുന്നു. 2010 ഏപ്രിൽ 23-ന് കോതമംഗലത്തെ ഒരു ലോഡ്ജിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണകാരണങ്ങൾ ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. ഇത് ഞങ്ങളുടെ കഥ, ഒരു CBI ഡയറിക്കുറിപ്പ്, കിരീടം, മാളൂട്ടി, മതിലുകൾ, കേരള കഫേ എന്നിവ അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങളാണ്. 7. കലാഭവൻ മണി. ബഹുമുഖ പ്രതിഭയും മികച്ച നടനുമായിരുന്ന കലാഭവൻ മണി മലയാള സിനിമയുടെ ഒരു വലിയ സമ്പത്തായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച രാമു എന്ന കഥാപാത്രത്തിന് ദേശീയ അവാർഡ്, പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി, അനന്തഭദ്രം, ചോട്ട മുംബൈ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അസാധാരണമായ അഭിനയം കാഴ്ചവെച്ചു. 2016 മാർച്ച് 6-ന് അദ്ദേഹത്തെ സ്വന്തം ഗസ്റ്റ് ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശരീരത്തിൽ അമിത അളവിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമുണ്ടായതാണ് മരണം സംഭവിക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 8. രതീഷ്. 150-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനും മകളും കഴിവുള്ള അഭിനേതാക്കളാണ്. ചില സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുമുണ്ട്. രാജാവിന്റെ മകൻ, ഒരു മുഖം, പല മുഖം, 1000 കണ്ണുകൾ, ഉണരു, കമ്മീഷണർ എന്നിവ അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങളാണ്. 2002-ൽ 48-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു.
വില്ലൻ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി ലഭിച്ചിരുന്നു. 9. സിൽക്ക് സ്മിത. 1980കളിലും 1990കളിലും തന്റെ ഗ്ലാമറസ് ആയ വേഷങ്ങളിലൂടെ ദക്ഷിണേന്ത്യയെ മുഴുവൻ ഇളക്കിമറിച്ച നടിയായിരുന്നു ഇവർ. മലയാളി അല്ലെങ്കിലും പല മുൻനിര നടന്മാർക്കുമൊപ്പം ചില മലയാള ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. സ്ഫടികം, മഴവിൽക്കൂടാരം, ലയനം, അഥർവം എന്നിവ അവരുടെ ചില മലയാള ചിത്രങ്ങളാണ്. എന്നാൽ 1996-ൽ 36-ാം വയസ്സിൽ സാമ്പത്തിക പ്രതിസന്ധികളും വിഷാദരോഗവും കാരണം അവർ ആത്മഹത്യ ചെയ്തു. 10. മയൂരി. മലയാളം, തമിഴ് ചലച്ചിത്ര രംഗങ്ങളിൽ സജീവമായിരുന്ന അവർ ഏതാനും നല്ല ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ 22-ാം വയസ്സിൽ ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിൽ അവർ തൂങ്ങിമരിച്ചു. വിഷാദരോഗവും വ്യക്തിജീവിതത്തിലെ പരാജയങ്ങളുമാണ് മരണകാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആകാശഗംഗ, പ്രേം പൂജാരി, സമ്മർ ഇൻ ബത്ലഹേം, അരയന്നങ്ങളുടെ വീട് എന്നിവ അവരുടെ ചില ചിത്രങ്ങളാണ്.